ഇന്ത്യയിലെ ഏറ്റവും പണം മുടക്കി ചെയ്യുന്ന ഒരു മിത്തോളജിക്കൽ സയൻസ് ഫിക്ഷൻ മൂവിയാണ് കൽക്കി 2898 AD. ഇതിനു മുമ്പ് പ്രഭാസിനെ വെച്ച് ഒരു 700 കോടിക്ക് ചെയ്ത ഒരു സാധനം ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അത്? അതുപോലെ ആകുമോ ഈ ഒരു പടത്തിൻ്റെ അവസ്ഥ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്കെന്തായാലും അങ്ങനെ തോന്നുന്നില്ല. ട്രെയിലർ കണ്ടു, ഒരു ഹോളിവുഡ് ലെവൽ സാധനം. പ്രത്യേകിച്ച് അതിൻ്റെ VFXും സൗണ്ട് എഫക്ട്സും എല്ലാം പൊളി. എന്തുകൊണ്ടാണ് ഈ ഒരു പടം ആദിപുരുഷ് പോലെ ആവില്ല എന്ന് ഞാൻ പറഞ്ഞത്? നമുക്ക് കുറച്ച് ഫാക്ട്സ് നോക്കാം. ഒന്നാമത്തെ ഫാക്ട്, പ്രഭാസ് എന്ന ഒരു നടനെ മാത്രം വെച്ച് മാർക്കറ്റ് ചെയ്ത ഒരു പടമല്ല ഇത്. ബാഹുബലി എന്ന ആ ഒരു പടത്തിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വന്ന ഒരു നടനാണ് പ്രഭാസ്. എന്നാൽ ബാഹുബലി കഴിഞ്ഞ് വേറെ ഒരു ഒറ്റ പടവും ആ ഒരു പടത്തിൻ്റെ 7 അയൽവക്കത്ത് എത്തിക്കാൻ പറ്റിയില്ല. കാരണം എന്താ? ബാഹുബലി എന്ന ആ ഒരു പടം എടുക്കുമ്പോൾ അത് പ്രഭാസിൻ്റെ സ്റ്റാർ വാല്യൂ കണ്ടല്ല ആ ഒരു പടം എടുത്തത്. ബട്ട് അത് കഴിഞ്ഞുള്ള പടങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം, പ്രഭാസാണ് ആ പടത്തിൻ്റെ നടൻ. അതായിരുന്നു മിക്ക പടത്തിൻ്റെയും മെയിൻ മാർക്കറ്റിംഗ് തന്ത്രം. പ്രഭാസിനെ മെയിൻ ക്യാരക്ടറായി കാസ്റ്റ് ചെയ്യുക, കുറേ ബഡ്ജറ്റ് ഇടുക, എന്തായാലും ആൾക്കാരെ അടിച്ച് കയറിക്കോളും എന്നാണ് വിചാരിച്ചത്. ബട്ട് അങ്ങനെയൊന്നും നടന്നില്ല. ഒരു പടം വിജയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തണമെങ്കിൽ, ഫ്രം കിഡ്സ് ടു ഏജ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് റിലീസിന് മുമ്പ് ആ പടത്തിനെ കുറിച്ച് ഒരുപാട് ടോക്ക് ഉണ്ടാവണം. അതിന് ഈ പടത്തിലെ ആൾക്കാർ തിരഞ്ഞെടുത്ത കുറച്ച് ട്രിക്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും ഈ പടത്തിൻ്റെ ഹൈപ്പിന് ഭയങ്കരമായി ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്, ഈ ഒരു പടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന ഒരു പടമായിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ തന്നെ അതൊരു വലിയ ടോക്കായി. പിന്നെ സ്റ്റാർ കാസ്റ്റ്, ഒരു വമ്പൻ താരനിര തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. അപ്പോൾ പിന്നെ അത് എന്തായാലും ഒരു ടോക്കാവുമല്ലോ. ഒരുപാട് സർപ്രൈസിങ് ക്യാമിയോ റോൾസ് ഈ പടത്തിലുണ്ടാവും. DQ, നാനി, NTR, വിജയ് ദേവരകൊണ്ട, അങ്ങനെ ഒരുപാട് പേര് ഈ പടത്തിൻ്റെ കാസ്റ്റിലുണ്ടെന്നാണ് IMDb പറയുന്നത്. അപ്പോൾ എന്തായാലും പ്രേക്ഷകരുടെ ഇടയ്ക്ക് ഇതിനെക്കുറിച്ചൊരു ടോക്ക് ഷുവറാണ്. നെക്സ്റ്റ്, അവരൊരു ടീസർ ഇറക്കിയതിന് ശേഷം ബിഹൈൻഡ് ദ സീൻ വീഡിയോസ് ഇടാൻ തുടങ്ങി. അതിൽ ക്ലിയർ ആയിട്ട് ഈ പടത്തിൽ യൂസ് ചെയ്ത വെപ്പൺസ് ഒക്കെ അവർ കാണിച്ചു തന്നു. ഈ പടത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത് നോർമലി കാണാത്ത തോക്കുകളൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തത്. സോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഈ പടം കാണാൻ, അല്ലെങ്കിൽ ഈ പടം ഇറങ്ങുമ്പോൾ കാണണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിപ്പിച്ചു. നെക്സ്റ്റ്, കോമിക്കോൺ പോലുള്ള വലിയ ഇവൻറ്റുകളിൽ ഈ പടം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ പടത്തിൽ ആൾക്കാരുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ആൾക്കാരെ നിരത്തി നിർത്തി. ടു ടെൽ ദ വേൾഡ് സംതിങ് ബിഗ് ഈസ് കമ്മിങ് ഫ്രം ഇന്ത്യ. അത് ശരിക്കും ഗ്ലോബൽ ഓഡിയൻസിന് ഇങ്ങനെ ഒരു പടം വരാൻ പോകുന്നുണ്ടെന്ന് അറിയിച്ചു. നെക്സ്റ്റ്, പ്രഭാസിൻ്റെ ക്യാരക്ടറിന് വമ്പൻ പ്രൊമോഷൻ കൊടുക്കാതെ ബുജിയെയും പിന്നെ ആ ഒരു വണ്ടിയെയും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അയൺമാനിൽ അയൺമാനോട് സംസാരിക്കുന്ന AI പോലെ ഒരു കുഞ്ഞു റോബോട്ട് ബുജി. പിന്നെ ബാറ്റ്മാനിലൊക്കെ കണ്ട പോലത്തെ ഒരു കിടിലൻ കാറും. ഹോളിവുഡ് മൂവികളിൽ ബാറ്റ്മാൻ്റെ കാറിനും ജെയിംസ് ബോണ്ടിൻ്റെ കാറിനും അങ്ങനെ കുറേ കാറുകൾക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടല്ലോ. ആ ഒരു സംഭവമാണ് ഇവിടെയും പിടിച്ചത്. എന്തൊക്കെയോ പുതിയ സാധനങ്ങൾ വരുന്നുണ്ടെന്നുള്ള ഒരു തോന്നൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയെടുപ്പിച്ചു. കൂടാതെ ബുജി എന്തായിരിക്കും, ബുജിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കാനും ഇതിനെക്കൊണ്ട് പറ്റി. പിന്നെ ആ ഒരു വണ്ടി അത് ഫുള്ളി ഫങ്ഷനിങ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ടൊരു ഇവൻറ്റിൽ അങ്ങ് ഓടിച്ച് കയറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. പൊളിയല്ലേ? പിന്നെ ഇന്ത്യയിലെ ഒരു ഫേമസ് യൂട്യൂബ് ചാനലായ ഓട്ടോക്കാരനെ വിളിച്ച് ആ വണ്ടിയുടെ ഒരു ഫുള്ള് റിവ്യൂ അങ്ങ് എടുപ്പിച്ചു. വണ്ടികൾ ഇഷ്ടപ്പെടുന്ന കുറേ ഓഡിയൻസിനെ അത് ടാർഗറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഇന്ത്യയിലെ ഫേമസ് F1 റേസറായ നാരായൺ കാർത്തികേയനെ വിളിച്ച് വണ്ടി ഓടിപ്പിച്ചു. അങ്ങനെ ആ വണ്ടി വെച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രൊമോഷനുകളും ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു ആനിമേറ്റഡ് സീരീസ് ആമസോൺ പ്രൈമിൽ അങ്ങ് ഇറക്കി, ബുജി വേഴ്സസ് ഭൈരവ. 2 എപ്പിസോഡേ ഉള്ളൂ, ബട്ട് സംഭവം അടിപൊളിയാണ്. ആ ഒരു സീരീസ് കണ്ട ആ ഒരു വേൾഡ് എന്താണ്, ബുജിയും ഭൈരവയും തമ്മിലൊരു ബന്ധം എന്താണ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് എന്തായാലും മനസ്സിലാവും. എന്തായാലും പടം ഇറങ്ങുന്നതിന് മുമ്പുള്ള മാർക്കറ്റിങ്ങിൽ അവർ തകർത്തിട്ടുണ്ട്. ട്രെയിലറും പൊളി. കമലഹാസൻ്റെ വില്ലനൊക്കെ എന്തായിരിക്കുമോ എന്തോ. എന്തായാലും ഇനി പടം വന്നിട്ട് കാണാം.